ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ അറസ്റ്റിലായ MS സൊല്യൂഷൻസിലെ അധ്യാപകരായ ഫഹദ്, ജിഷ്ണു എന്നിവരെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു. ഷുഹൈബ് തയ്യാറാക്കിയ ചോദ്യപേപ്പർ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പ്രതികൾ പറഞ്ഞത്. പ്രതികൾക്കായി ക്രൈംബ്രാഞ്ച് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. മിഥില ബാലൻ കോഴിക്കോട് ചെയ്യുന്നു. മിഥില, നിരവധി തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ഹാജരായിരുന്നില്ല. പിന്നീട് ഒടുക്കമാണ് അറസ്റ്റ്. ഇപ്പോൾ റിമാൻഡ്. എന്താണ് പ്രതികൾ പറയുന്ന വാദഗതികൾ ചോദ്യപേപ്പർ ചോർത്തലുമായി ബന്ധപ്പെട്ട്? സുഹേല് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 തവണയായിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി ഈ 2 പ്രതികൾ, അതായത് MS സൊല്യൂഷൻസിലെ അധ്യാപകരായ ഈ 2 പ്രതികളോടും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ സമയങ്ങളിലൊന്നും തന്നെ ഇവർ ഹാജരായിട്ടുണ്ടായിരുന്നില്ല, ഒളിവിൽ കഴിയുകയായിരുന്നു. തമിഴ്നാട്ടിലും കർണാടകയിലുമായിട്ടായിരുന്നു ഒഴിവിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കേരളത്തിൽ എത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ അവരെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇവർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ ഒരു കാര്യം എന്നത് MS സൊല്യൂഷൻ CEO ഷുഹൈബ് പറഞ്ഞത് പ്രകാരം ഷുഹൈബ് നൽകിയ ചോദ്യപേപ്പർ അവതരിപ്പിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നാണ് ഈ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് നാളെ താമരശ്ശേരി കോടതിയിൽ ഈ 2 പ്രതികളെയും കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകും. ആ കസ്റ്റഡിയിൽ പ്രതികളെ ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യുക. ആരാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ചോദ്യം ചോർത്തി നൽകിയത് എന്നതുൾപ്പെടെയുള്ള നിർണായക വിവരങ്ങൾ ഈ ക്രൈംബ്രാഞ്ചിന് ലഭ്യമാകേണ്ടതുണ്ട്. അതിനെല്ലാം തന്നെ ഷുഹൈബിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതേസമയം തന്നെ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കുന്നതുവരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഈ മാസം 12-ന് ഹൈക്കോടതി ഷുഹൈബിന്റെ കേസ് വീണ്ടും പരിഗണിക്കും. എവിടെ നിന്നാണ് ഇതിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാകണമെങ്കിൽ ഷുഹൈബിനെ തന്നെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘമുള്ളത്. മാസം 2 പിന്നിട്ടിട്ടും ചോർത്തിയ വഴി ഇതുവരെ വ്യക്തമല്ല. സർക്കാർ സ്കൂൾ അധ്യാപകർക്ക് പങ്കുണ്ടോ, ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന സംശയങ്ങൾ അടക്കം ഉയർന്നു വന്ന കേസിൽ ഇപ്പോഴും ചോർന്ന വഴി അവ്യക്തമാണ്.